ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ALP നോട്ടിഫിക്കേഷൻ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ അഡ്മിറ്റ് കാർഡ്, അതുപോലെ തന്നെ എക്സാമിനേഷൻ സിറ്റി, വെന്യൂ തുടങ്ങിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇത് മാത്രമല്ല, ഈ വർഷം തന്നെ നമുക്ക് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ഉടനെ വരാനായിട്ടുണ്ട്. 10ാം ക്ലാസ്, മിനിമം 10ാം ക്ലാസ് ബേസിൽ വിളിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. മാത്രമല്ല, അതിന് പഠിക്കാൻ താല്പര്യമുള്ളവർ, ഇതുവരെ പഠനം തുടങ്ങിയിട്ടില്ലെങ്കിൽ, നമ്മുടെ സൈലത്തിൽ അതിനാവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. RRB ഗ്രൂപ്പ് ഡി യാത്രാ ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പരീക്ഷയിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് നമ്മുടെ സൈലത്തിലുള്ള ഈ ക്ലാസ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പ്രഗത്ഭരായ അധ്യാപകരാണ് നിങ്ങൾക്ക് ഇവിടെ ശിക്ഷണം നൽകാനായിട്ട് വരുന്നത്. നിരവധി കേന്ദ്ര സർക്കാർ പരീക്ഷയൊക്കെ എഴുതി വിജയിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. എനിവേ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സൈലത്തിൻ്റെ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് കിടക്കാം. സോ നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയുടെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ ലഭിച്ചിട്ടുണ്ടായിരുന്നു രാത്രിയോടുകൂടി. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്, എവിടെയാണ് നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നത്, ഏത് സമയത്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സീരിയൽ നമ്പർ 01/2024 അപ്ഡേറ്റ്, അതായത് ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ സ്ലിപ്പ് നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 10 ദിവസം മുമ്പ്, നിങ്ങളുടെ എക്സാമിൻ്റെ 10 ദിവസം മുന്നേ മാത്രമേ ഇതിൻ്റെ സിറ്റിയും വെന്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങളുടെ പരീക്ഷ 25ാം തീയതി ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് മെസ്സേജും മെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം ഇന്നലെ തന്നെ. ഇനി നിങ്ങളുടെ പരീക്ഷ 26-നാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഇതിൻ്റെ എക്സാം സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ, അതായത് എവിടെയാണ് പരീക്ഷ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. നാളെയാണ് നിങ്ങളുടെ, അതായത് 27-നാണ് നിങ്ങളുടെ പരീക്ഷയെങ്കിൽ നിങ്ങൾക്ക് നാളെ നോക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. 10 ദിവസം മുമ്പ്, നിങ്ങളുടെ പരീക്ഷ നടക്കുന്നതിന് 10 ദിവസം മുമ്പ് മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഡെമോ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നായിട്ട് 25/11/2024 ലൈവ് ആയിട്ടുണ്ട്. 15/11/2024 ഫോർ ദി കാൻഡിഡേറ്റ് വിത്ത് എക്സാമിനേഷൻ ഡേറ്റ് ഫോർ 26/11/2024, അതുപോലെ 27, 28, 29 ഇവർക്കുള്ള സിറ്റീൻ്റെയൊക്കെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ആകുന്നത് 16, അതായത് 26-ന് 16 ഇന്ന് ആക്ടിവേറ്റ് ആവും. അതുപോലെ തന്നെ 27-ന് 17, 18, 19 ഈ ഒരു രീതിയിൽ പിന്നെ ഇവർക്ക് വേണ്ട ലിങ്ക് ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് SMS, അതുപോലെ തന്നെ മെയിൽ കാര്യങ്ങളൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിൻ്റെ ഡീറ്റെയിൽസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട്, അതായത് അത് ലഭിക്കേണ്ട ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടുണ്ടെന്നുള്ള രീതിയിൽ മെയിൽ മെസ്സേജൊക്കെ വരുന്നതായിരിക്കും. ഹാസ് ബീൻ ആക്റ്റീവ്ഡ് ഓൺ ദെയർ രജിസ്റ്റേർഡ് ID ആണ് പറഞ്ഞിട്ടുള്ളത് യൂസിങ് ഡ്യൂറിങ് ഫില്ലിംഗ് ദി ആപ്ലിക്കേഷൻ ടൈമിലുള്ളത്. അതായത് ആപ്ലിക്കേഷൻ ടൈമിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ID വെച്ചിട്ടാണ് നിങ്ങൾക്കിത് ആക്ടിവേറ്റ് ചെയ്ത് തരുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളും, അതിൻ്റെയൊക്കെ ലിങ്ക് അവിടെ ആക്ടിവേറ്റ് ആയിരിക്കുമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. 15/11/2024 വന്ന അപ്ഡേറ്റ് ആണ്. മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാവുന്ന